ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്പൂൺസ് ഓഫ് ഫ്ലേവർ. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് ഓട്സ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലതായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇത് വെള്ളം ഒഴിച്ച് കലക്കണം. അതിനുവേണ്ടിയാണ് ഇനി ഒരു ബൗളിലോട്ട് മാറ്റിയിരിക്കുന്നത്. 250 ml കപ്പിലല്ലേ നമ്മൾ ഓട്സ് എടുത്തത്, അതേ സെയിം അളവിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. ഒരു സ്വല്പം ഉപ്പിപ്പം ചേർത്ത് കൊടുത്തു. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതുപോലെ വെള്ളത്തിൽ കലക്കി വെക്കുമ്പോൾ നല്ലതായിട്ട് കുതിർന്ന് അതുപോലെ കുറുകി വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു ബൗളിൽ 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 2 മുട്ട വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മുട്ടയ്ക്ക് നമുക്ക് ഉപ്പ് വേണമല്ലോ, അതിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടയും ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് വെജിറ്റബിൾ ചോപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചോപ്പറിലിട്ടാലേ നമുക്ക് അത് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു ചോപ്പർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അത് ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഉപയോഗിക്കുന്ന ചോപ്പറാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചോപ്പറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പിന് ആണ് 1 സവാള എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സവാള വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ആ വെജിറ്റബിൾസ് ഒക്കെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ചോപ്പറിൽ അരിയാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകും. നമുക്കൊരു എരിവ് വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മുട്ടയിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. അത് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്താണ് ഞാൻ ചീര. ഓൾറെഡി ഞാൻ ചീരത്തോരൻ വെച്ചിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ദോശയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയും കൂടി ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒത്തിരി കുറുകിയാണോ അതോ നല്ല ലൂസായിട്ടാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒത്തിരി കുറുകിയിരിക്കുകയാണെങ്കിൽ നമ്മളതിൽ ഒരു സ്വല്പം പാല് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അല്ലെ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ പാല് ചേർക്കുന്നത്. ഇപ്പം ഞാൻ റെഡിയാക്കി എടുത്തപ്പോൾ കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തൊരു സ്വല്പം മഞ്ഞൾ പൊടിയാണ്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതുപോലെ സ്വല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഡയറക്റ്റായിട്ടിത്
മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. പാന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പരത്തേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സ്വല്പം കട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ, വളരെ തിന്നായിട്ടല്ല ഉണ്ടാക്കുന്നത്. ഒരു സ്വല്പം കട്ടിയിലാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ ഒന്ന് താഴ്വശം ഒന്ന് നോക്കാം. ഒരു സ്വല്പം കൂടെ അതൊന്ന് മൊരിയാനുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടെ അതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഇനി നമുക്കിത് തിരിച്ചിട്ടെടുക്കാം. ഇനി ഈ സൈഡ് അതിൻ്റെ വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ നമുക്കിനി അത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്കിത് മൂടി വെച്ച് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മറ്റേ സൈഡും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓട്സ് ദോശ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. പിള്ളേർക്കും കൊടുക്കാം, അതുപോലെ തന്നെ വലിയവർക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.